ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ദുബായിൽ വന്നിട്ട് ഒരു ഡെസേർട്ട് സഫാരിയും ഒരു ഡെസേർട്ട് നൈറ്റും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാതെ പോകുന്നത് മോശമല്ലേ? സോ ഇന്ന് നമ്മളൊരു ഡെസേർട്ട് സഫാരിയും ഡെസേർട്ട് നൈറ്റിനുമാണ് പോകുന്നത്. സോ ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള വണ്ടിയാണ് കിടക്കുന്നത്. ഞങ്ങൾ ഏത് ഏജൻസിയിലാണോ ഞങ്ങളുടെ ഡെസേർട്ട് സഫാരി ബുക്ക് ചെയ്യുന്നത് ആ ഏജൻസി തന്നെ ഞങ്ങൾക്കൊരു വണ്ടി തരും. ആ വണ്ടിയിൽ ഞങ്ങളെ പിക്കപ്പും ഡ്രോപ്പും ചെയ്യുന്നതാണ്. ഒരു 1 hour ജേർണി ഉണ്ടായിരുന്നു ഡെസേർട്ടിലേക്ക്. ഇത് ഡെസേർട്ടിൻ്റെ അകത്തുള്ള ഇതാണ്. ഈ ഷൂട്ടിംഗ് കറക്റ്റായിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഡെസേർട്ടിൻ്റെ കൂടെ വണ്ടി ഓട്ടിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഫോൺ നേരെ ഇരിക്കില്ല. സോ അതിൻ്റെ വേറൊരു ക്ലിപ്പ് ഞങ്ങൾ ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രോപ്പറായിട്ടൊരു ക്ലിപ്പ്. ഡെസേർട്ടിൻ്റെ ഒരു മിഡിലൊക്കെ എത്തുമ്പോൾ ഡ്രൈവർ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് തരും. ഒരു 10 minutes നമുക്കപ്പോൾ പുറത്തിറങ്ങി ബാക്കി വണ്ടി പോകുന്നതും ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഈ ജേർണിയിൽ കയറിയില്ല. കുറച്ച് പേര് ക്യാമ്പിൻ്റെ ഇവിടെ നിൽക്കുകയായിരുന്നു. കാര്യം ബാക്ക് പെയിൻ, പിന്നെ പ്രഗ്നൻസി അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഈ യാത്രയ്ക്ക് കയറാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കിഡിലെ സൺസെറ്റ് ഞങ്ങൾ അവിടെ വെച്ച് കണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ്. ആ ഒരു 10 minutes ഞങ്ങൾ അലോണയും എൻജോയ് ചെയ്തു. കാര്യം കുറേ നല്ല ഫോട്ടോസ് കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടികളൊക്കെ പോകുന്നതൊക്കെ കാണുമ്പോൾ അയ്യോ ഇതുപോലെയാണല്ലോ നമ്മളും പോയെന്നൊരു പേടിയൊക്കെ വരും. ഞങ്ങൾ ക്ലിക്ക് ചെയ്ത കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ ക്യാമ്പിലേക്കാണ് പോയത്. ഞങ്ങളുടെ ക്യാമ്പിൻ്റെ പേര് യൂണിവേഴ്സൽ എന്നായിരുന്നു. ക്യാമ്പിന് ഫുള്ളി വോം ലൈറ്റ്സ് ഉണ്ടായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ കുറേ അധികം ടെൻറ്റ്സ് ഉണ്ടായിരുന്നു. അവിടെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. പിന്നെ മെഹന്തി ആർട്ടിസ്റ്റുകൾ ഇരിപ്പുണ്ടായിരുന്നു. ക്യാമ്പിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ കയ്യിലൊരു സീൽ ചെയ്ത് തരും. കാര്യം ക്യാമ്പിൻ്റെ അകത്ത് 2 കാറ്റഗറിയിലാണ് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് ജനറലും ഒന്ന് VIP യും. ഈ കാണുന്നതായിരുന്നു ജനറൽ. ഇത് VIP സീറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ VIP സീറ്റിംഗ് ആയിരുന്നു ചൂസ് ചെയ്തത്. ക്യാമ്പിൻ്റെ അകത്ത് ചെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം പോയത് ഫുഡ് സെക്ഷനിലായിരുന്നു. കാര്യം എവിടെ പോയാലും ഫുഡാണല്ലോ നമുക്ക് മുഖ്യം. അവിടെ ചെന്നപ്പോൾ വൈഡ് വെറൈറ്റി ഓഫ് അറബിക് ഡിഷസ്. എന്ത് കഴിക്കണം എന്നൊരു കൺഫ്യൂഷനായിരുന്നു നമുക്ക്. അവിടെ ഇല്ലാത്ത ഫുഡ്സ് ഒന്നും ഇല്ലായിരുന്നു. ബേക്ക്ഡ് ഉണ്ടായിരുന്നു, സ്റ്റീംഡ്, ഗ്രിൽഡ്, പിന്നെ സാലഡ്സ്. സത്യം പറഞ്ഞാൽ ചില ഐറ്റംസ് എന്താണെന്ന് പോലും അറിയില്ല. പേര് പോലും അറിഞ്ഞൂടാത്ത കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിവേ എല്ലാത്തിനും കുറച്ചെടുത്ത് എല്ലാ ഐറ്റംസും ടേസ്റ്റ് ചെയ്തു. എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു ബാർബിക്യൂ സെക്ഷൻ. ബാർബിക്യൂ വാസ് യമ്മി, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കാറ്റഗറി ഓഫ് ടിക്കറ്റിൽ അൺലിമിറ്റഡ് ഫുഡും അൺലിമിറ്റഡ് ഡ്രിങ്ക്സും ആണ്. ഡ്രിങ്ക്സൊക്കെ നോൺ ആൽക്കഹോളിക് ആണ്. ആൽക്കഹോളിക് ഡ്രിങ്ക്സ് അലൗഡഡ് അല്ല ക്യാമ്പിൻ്റെ അകത്ത്. ഇൻ കേസ് നമുക്ക് ഡെസേർട്ട്സ് വേണമെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. ക്യാമ്പിലെ കുറേ അധികം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പ്രോഗ്രാംസിൻ്റെ ക്ലിപ്സ് മാത്രമാണ് ഞങ്ങളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഒരു ഫയർ വെച്ച് ഐ ലവ് ദുബായ് എന്ന് എഴുതി കാണിക്കുന്നതാണ്. സഡൻലി ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഡെസേർട്ട് ഡാൻസ് അല്ലെങ്കിൽ ബെല്ലി ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. ഡെസേർട്ടിൽ പോയാൽ എന്തായാലും ഒരു ക്യാമൽ സഫാരി ചെയ്യണം. സോ ഞങ്ങളങ്ങനെ ഒരു ക്യാമൽ സഫാരി ചെയ്തു. ഞങ്ങളുടെ പാക്കേജിൽ ക്യാമൽ സഫാരിയും കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഞാനും അബിയും കൂടെ ആയിരുന്നു ക്യാമൽ സഫാരിക്ക് പോയത്. നല്ല പേടിയുണ്ടായിരുന്നു. ദെൻ ഓൾസോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ക്യാമൽ സഫാരി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് റാൻഡം പിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ പിക്സാണ് ഞങ്ങളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫോർ മീ ആൻഡ് മൈ ഫാമിലി ഡെസേർട്ട് സഫാരി വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എൻ്റെ ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ ദുബായിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ ഡെസേർട്ട് സഫാരി മിസ് ചെയ്യരുത്. So we will be back with our next vlog as soon as possible. Thank you.